വീഴ്ച ദേവസ്വം ബോർഡിന് ബാധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ദൈവതുല്യനൊന്നും അല്ല, ഞാൻ വെറും ഒരു തന്ത്രിയാണ്. എല്ലാ തന്ത്രിയുടെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് എല്ലാവരും നോക്കുന്നത്. തന്ത്രി ഇതിൻ്റെ അകത്തൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് അനുവാദം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നടത്തിപ്പുകാരൊക്കെ ദേവസ്വം ബോർഡ് അവരതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കാര്യമൊന്നും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കേടുപാടുകളുണ്ട്, മാറ്റാനുള്ള അനുവാദം തരണമെന്ന് വെച്ചാൽ നമ്മൾ അനുവാദം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്ത്രിക്ക് ഇതിലെന്ത് പങ്കാണുള്ളത്? അവരാണ് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അനുമതി കൊടുക്കേണ്ടതും ഒക്കെ ദേവസ്വം ബോർഡാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ അത് തന്ത്രിയുടെ ഇതിലുള്ളതല്ല. എന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഞാൻ ലെറ്റർ കൊടുക്കുന്നത്. ഔദ്യോഗികമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, ഇതിന് ചെമ്പ് തെളിഞ്ഞിട്ടുണ്ട്, അതൊന്ന് പൂശാനുവാദം തരണം. അത് നോക്കുമ്പോൾ അത് ചെമ്പ് തെളിഞ്ഞിട്ടുണ്ട് അടിഭാഗത്തൊക്കെ, അത് പൂശാവുന്നതാണെന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നാണ് ലെറ്റർ വരുന്നത്. ലെറ്ററായിട്ടാണ് ചോദിക്കുന്നത്. കോടതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, സത്യം തെളിയും എന്നറിയാം. അതാണ് ഏതായാലും അന്വേഷിക്കേണ്ടതാണല്ലോ ഇങ്ങനത്തെ ഗുരുതരമായ ക്രമക്കേടുകൾ. ബഹുമാനപ്പെട്ട കോടതി നേരിട്ട് ഇടപെട്ട് ചെയ്യുന്നതുകൊണ്ട് അത് സത്യം തെളിയുമെന്ന് വിശ്വസിക്കുന്നു. പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദൈവതുല്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ സംഭവിച്ചെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും താൻ ദൈവതുല്യനല്ല എന്നുള്ളതാണ് തന്ത്രി പറയുന്നത്. താൻ തന്ത്രി മാത്രമാണ്.